നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ബോൾ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ക്യൂബാണ്. അത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റവയാണ്. ഏത് റവ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നോർമൽ റവ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അതുപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടുത്ത നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ഈ ചീസ് ക്യൂബ് വന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ക്യൂബ്സ് ആക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സൂചി റവ നമുക്കിതുപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുള പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഹോളിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് ക്യൂബ് വെച്ച് കൊടുക്കാം. ഹോളല്ല ആക്ച്വലി, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. എന്നിട്ട് ചീസ് ക്യൂബ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ. ഇപ്പോൾ ഒരു ചീസ് ബോളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബോളിൻ്റെ രൂപത്തിൽ ഇതൊന്ന് ആക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ തന്നെ ഓരോ ഉരുള നമുക്ക് പിടിക്കാം. കയ്യിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ തടവിയാൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചീസ് ബോൾ ഈ തിളച്ച എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒത്തിരി അങ്ങോട്ട് കരിയാനും പാടില്ല, എന്നാൽ തീരെ അങ്ങോട്ട് ഇടാനും പാടില്ല. ഒരു മീഡിയം പരുവത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. വാവ്, ഇറ്റ് ലുക്സ് സോ യമ്മി ഗൈസ്. ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമുക്ക് അത് മാത്രമല്ല പിള്ളേർക്കൊക്കെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയത്. വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർബായിരുന്നു. സോ ഡിലീഷ്യസ്, യമ്മി. ഇതിനെങ്ങനെ എടുക്കുക, നമ്മുടെ കെച്ചപ്പിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.